സൂപ്പർ ലീഗ് കേരള തൃശ്ശൂരിലെ കന്നി മത്സരത്തിൽ മാജിക് എഫ്സിക്ക് മിന്നുന്ന ജയമാണ്. 1-നെതിരെ 2 ഗോളുകൾക്ക് തൃശ്ശൂർ ജയിച്ചു. മനോഹരമായ മത്സരമായിരുന്നു. ആർട്ടിഫിഷ്യൽ ടർഫിലായിരുന്നു ഇവിടെ മത്സരം. ഒരുപക്ഷെ SLKയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായാണ് ആർട്ടിഫിഷ്യൽ ടർഫിൽ ഒരു കളി വരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞത് പോലുമില്ല. അത്ര മനോഹരമായ ഒരു കളി. എനിക്കൊപ്പം ഹരികൃഷ്ണൻ, ഒപ്പം ഫസി, രണ്ടാളും ശരി. ഫസി മലപ്പുറത്താണ്, ഹരി തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ 2 പേരും കട്ടക്ക് വന്നതാണ്. അപ്പോൾ അത് ജയിച്ച ടീമിനോട് ചോദിക്കാം. ഓക്കെ ഹരി, തൃശ്ശൂർ ഞെട്ടിച്ചു. തൃശ്ശൂർ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കളിച്ചിട്ടുണ്ടാവുക. കാരണം എല്ലാ ഏരിയയിലും അവർ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫ് പോയത് തന്നെ അറിഞ്ഞില്ല. ആദ്യം 2 ഗോളുകൾ പെട്ടെന്ന് വീഴുന്നു, അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ തിരിച്ചടിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഡിഫൻസിൻ്റെ ഒരു ശക്തിയാണ് കണ്ടത്. ഡിഫൻസിൽ ഓൾ മലയാളി ഡിഫൻസ്, അതായത് 4 പേരും മലയാളീസാണ്. അവർ നേരിട്ടത് 2 ഫോറിൻ അറ്റാക്കേഴ്സിനെ. അവരെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്തു. മെയിൻ ഇമ്പോർട്ടൻസ് ഞാൻ പറയും, കട്ടിമണിയുടെ ഒരു പ്രസൻസ് ചിലപ്പോൾ നല്ല രീതിയിൽ ആ ഡിഫൻസിന് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു ഗോൾ വഴങ്ങിയെങ്കിലും പിന്നെ ആൾ നടത്തിയ സേവുകളൊക്കെ ഭയങ്കര കിടിലൻ സേവുകളായിരുന്നു. അതുപോലെ അലൻ ജോൺ അണ്ടർ-23 പ്ലെയർ, ഒരിക്കലും കൂടി പറയുകയാണ്, അണ്ടർ-23 പ്ലെയേഴ്സ് എന്തുകൊണ്ട് ഈ SLKയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. കമാലുദ്ദീൻ ഇപ്പോൾ അറിയാം തായ്ലൻഡിലാണ്, അലൻ ജോണിങ് എപ്പോഴാണ് പോകാൻ അറിയില്ല. സോ അങ്ങനെ നിരവധി പ്ലെയേഴ്സ് ഉണ്ട്. ജിയാദ് നമ്മൾ അധികം കണ്ടില്ല, പക്ഷെ പിച്ചിൽ നമുക്ക് ആ പ്രസൻസ് നമുക്ക് മനസ്സിലാവും. ആ ഒരു വിങ്ങിൽ ഒരു ബിബിൻ, ആ ഒരു ക്രോസ്, എന്ത് കിടിലൻ ക്രോസുകളാണ്. അതിന് ഒരു സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ തൃശ്ശൂർ അടിച്ച കഴിഞ്ഞ 4 ഗോളുകളിലും ബിബിന്റെ പങ്കുണ്ടെന്നാണ്. 3 അസിസ്റ്റ് 1 ഗോള്. അതേപോലെ ആ കൊച്ചിയിലെ വിന്നറിന് അഫ്സലിന് അസിസ്റ്റ് കൊടുത്ത് ബിബിനാണ്. അപ്പോൾ ഇവിടെയും ബിബിന്റെ ആ ഒരു ക്രോസ് കണ്ടു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ആ തൃശ്ശൂർ ഹോമിൽ ജയിക്കുക, അതുപോലെ മലപ്പുറം മലപ്പുറത്തിന് അൺബീറ്റൻ റൺ അവസാനിപ്പിക്കുക, ടോപ്പിലേക്ക് കയറുക, എല്ലാം കൊണ്ടൊരു മാജിക് പെർഫോമൻസ്, എല്ലാം കൊണ്ടൊരു ഫുൾ പാക്ക് പെർഫോമൻസ് തൃശ്ശൂർ. അതാണ് മലപ്പുറം ആദ്യമായി തോറ്റു അല്ലേ? അപ്പോൾ അതിൽ മലപ്പുറത്തിന് വന്ന പിഴവ്, അല്ലെങ്കിൽ പിഴവിനേക്കാൾ ഉപരിയായി തൃശ്ശൂരിൻ്റെ പ്രതിരോധമാണ് മലപ്പുറത്തെ പരാജയപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം തൃശ്ശൂരിൻ്റെ ഒരു ഡിഫൻസ് ഈ സീസണിൽ ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് ആണ്. 1 ഗോളിലധികം അവർ കൺസിഡർ ചെയ്ത മത്സരമേ ഇല്ല. ക്ലീൻ ഷീറ്റുകളുണ്ട്. ഗോൾ കൺസിഡർ ചെയ്യുമ്പോൾ 1 ഗോളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഒരു ഓൾ മലയാളി ബാക്ക് ലൈൻ കൊണ്ട് ഇറങ്ങുന്നു. ഗോൾ കീപ്പറിൽ പുതിയൊരു താരം എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. പക്ഷേ ഈ സീസണിൽ അല്ലെങ്കിൽ സൂപ്പർ ലീഗിൽ ഫസ്റ്റ് മാച്ച് കളിക്കുന്ന കട്ടിമണി ഒരു ഫുള്ളി പുതിയൊരു ഡിഫൻസ് ലൈനുമായിട്ട് ഇറങ്ങുമ്പോൾ മലപ്പുറം അത് ഈസിയായിട്ട് ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു ഗോൾ അടിക്കുന്നു, കെന്നഡിയുടെ ഒരു ഗോൾ വരുമ്പോഴും ആ ഒരു പ്രതീക്ഷ മുന്നോട്ടേക്കായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ടത് ജോപ്പോളേട്ടൻ പറഞ്ഞ പോലെ തന്നെ മണിത്തതായിട്ട് പൂട്ടുക എന്നുള്ള പറഞ്ഞത് ഒരു സ്പേസ് കൊടുക്കാത്ത അവസ്ഥയെ. ഹെഡ് ചെയ്യാൻ നോക്കുമ്പോഴും ഡിഫൻഡേഴ്സ് വരുന്നു, അടിക്കാൻ നോക്കുമ്പോൾ ഡിഫൻഡേഴ്സ് വരും. ഇനി ഡിഫൻഡേഴ്സിനെ കടന്നു കഴിഞ്ഞാലോ ലക്ഷ്മികാന്ത് കട്ടുമണി എന്ന ഒരു വൻമതിൽ അവിടെ നിൽക്കുന്നു. ഒരു അവസരം കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യാൻ കാര്യമായ അവസരങ്ങൾ കൊടുത്തിട്ടില്ല. ഗോൾ കീപ്പറിനെ പരീക്ഷിക്കുന്ന പന്തുകൾ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഒരു ഗോളിലേക്കുള്ള ഇന്റന്റോട് കൂടി വന്ന പന്തുകൾ വളരെ ഭാഗ്യം കൂടി ഇന്ന് തുണച്ചില്ല എന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഗോൾ അടിക്കാവുന്ന നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഭാഗ്യം കൂടി ഇന്ന് മലപ്പുറത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. ഭാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാം. കാരണം ഭാഗ്യം ഇല്ലായിരുന്നു, മലപ്പുറത്തിന്റെ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 3ാമത്തെ ഗോൾ അവിടെ ഹെഡർ മിസ്സായതുണ്ട് ഗോൾ ലൈനിൽ തൊട്ട് മുമ്പ്. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഭാഗ്യം അനുകൂലമാകും, മറ്റു ചില സമയങ്ങളിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ആ പ്രതികൂലമായ ബാധിക്കൽ കൂടി കണ്ടിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിലെ ചെറിയ പോരായ്മകളും, പ്രത്യേകിച്ച് പോരായ്മകൾക്കപ്പുറത്തേക്ക് തൃശ്ശൂരിൻ്റെ ഒരു ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മൊത്തം ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ വളരെയധികം നന്നായി വർക്കൗട്ട് ചെയ്തൊരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മലപ്പുറത്തിൻ്റെ ഒരു സ്റ്റാർ സ്റ്റഡഡ് 11 അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് ടീമിനെ ഈശാൻ പണ്ഡിറ്റ് അടക്കമുള്ള താരങ്ങൾ ഇറങ്ങി ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയെങ്കിലും അതിലൊന്നും ഇളകാതെ, അതിലൊന്നും പതറാതെ പിടിച്ചു നിർക്കാൻ അവരെ കൊണ്ടായിട്ടുണ്ട്. അതാണ് ഈ മത്സരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനോഹരമായി മലപ്പുറം കളിച്ചു, പക്ഷെ തൃശ്ശൂരിൻ്റെ പ്രതിരോധ അത് പൊട്ടിക്കാനായില്ല. അതുതന്നെയാണ് മലപ്പുറത്തിന് ഇക്കുറി ജയിക്കാൻ പറ്റാതെ പോയത്. ഈ SLKയിൽ ആദ്യമായി അവർ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നത്. മധുരമുള്ള ഒരു പ്രതികാരമാണ് തൃശ്ശൂരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് ചെന്നപ്പം മലപ്പുറത്ത് തൃശ്ശൂരിനെ തോൽപ്പിച്ചു, തൃശ്ശൂർ വന്നപ്പം മലപ്പുറത്തെ തൃശ്ശൂർ തോൽപ്പിച്ചു. കട്ടയാണ് കേട്ടോ 2 ടീമും. അനീഷ് കാഞ്ഞങ്ങാട്ടിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.